ഹലോ, വെൽക്കം ബാക്ക് ടു തട്ന കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫിഷ് കൊണ്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മീൻ പുളി, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ ഈ മീൻ പുളിയിലേക്ക് വേണ്ട സാധനങ്ങൾ, ഇത് 250 ഗ്രാം മീനാണ്. ഇത് ദശക്കട്ടിയുള്ള മീൻ മുള്ളില്ലാതെ എടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താണ് ഞാൻ മിക്സിയിൽ. നമ്മൾ ബീഫ് ചിക്കനൊക്കെ മിക്സ് ചെയ്തെടുക്കണ പോലെ തീരെ അങ്ങോട്ട് അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ തേങ്ങയുടെ പകുതി, അതായത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി, അതിൽ നിന്ന് ചിരണ്ടിയെടുത്ത തേങ്ങയാണിത്. ഇത് നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് വേണ്ടതാണ്. ഇത് വറുത്തരയ്ക്കണ സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടി വരും. വേപ്പില, പച്ചവേപ്പിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മുളക് പൊടിയൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും വേണം. പിന്നെ വേണ്ടത് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. ഇതൊരു 3/4 കപ്പോളം ഉണ്ടാവും. വെള്ളം കൂടുതൽ നീട്ടി പിഴിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിൽ തന്നെ ശർക്കരയും വേണം. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് ആ മീൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടതും. അപ്പോൾ ഞാനതിലേക്ക് മീനിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഉരിയുന്ന സമയത്ത് നമുക്കിത് പതുക്കെ കുത്തി പൊടിച്ചെടുക്കാം. ഉടൻ പോർക്ക് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം. കൂടുതൽ തീ വെച്ച് മുറിച്ചെടുക്കുന്നതിൽ നല്ലത് നേരിയ തീയിലത് മുറിച്ചെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. ഒരാഴ്ചയല്ല, അതിൽ കൂടുതൽ ദിവസം ഇത് ചീത്താവാതിരിക്കും. ഇപ്പം നമ്മുടെ ഫിഷ് ഏകദേശം പകുതി മുരിവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിയണം. എണ്ണ കുറച്ചുകൂടി വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ മുരിഞ്ഞ് കെട്ടിപ്പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം. വലിയ കഷ്ണങ്ങളുള്ളത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൊടിഞ്ഞ് ചെറുതായി കിട്ടും. അപ്പോൾ ഞാൻ ആ ഫിഷ് അടുത്ത അടുപ്പിലോട്ട് മാറ്റി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലൊരു 1 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, ഗ്രേറ്റഡ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുരിയട്ടെ.
മുരിഞ്ഞ് വരുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുന്നത്. ഇപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഇതാണ് കേട്ടോ. ഇത് നേരെ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുക്കാൻ വെച്ചത് മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഞാനിതിൽ ഇടയ്ക്ക് ഇത്തിരി കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ അധികം മൂക്കാനില്ല. കുറച്ച് നേരം കൂടി വെച്ചാൽ, കൂടുതൽ നേരം വെച്ചാൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണേണ്. ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് പാകമാകും. ഇനി ഇത് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ആണ് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോണത്. അപ്പം ഇത് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിച്ചെടുക്കണം. ഞാനിവിടെ ഫിഷ് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം റെഡിയാണ്. ഇനി അത് തണുത്തിട്ട് അരച്ചെടുക്കണം. ഇത്രയും ജോലിയേ ഉള്ളൂ. പിന്നെ കടുക് പൊട്ടിച്ച് പുളിവെള്ളം ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കര വേണം. അതും കൂടി ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കണം. അതിനുശേഷം മീനും ചേർത്തിട്ട് വാങ്ങാം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ആണ് കേട്ടോ. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത്. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്കിനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കണം. ഒന്ന് തീ കൂട്ടിയേക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് പാനിയാക്കിയതേ ഉള്ളൂ. ശർക്കര അഴിപ്പിക്കാത്തത് ഇല്ല. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ശർക്കര പാനി ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഇത് 2 ടീസ്പൂൺ പാനിയാണെങ്കിൽ പാനി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് തേങ്ങ വറുത്തരക്കുമ്പോൾ ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം കേട്ടോ. ഞാൻ ഒരു ജീരകം ചേർത്തില്ല. ചിലർ ചെറിയ ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർക്കും. പക്ഷെ ഞാനിതിൽ ഒരു ജീരകം ചേർത്തിട്ടില്ല. മീനായതുകൊണ്ട് പാവയ്ക്ക ഇഞ്ചിപ്പുളിയൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ജീരകം കുറച്ച് ചേർക്കും. പക്ഷേ ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോളൂ. ഇതൊന്ന് തിളക്കട്ടെ.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, പുളിയും അരപ്പൊക്കെ കൂട്ടി വെച്ചിട്ട്. നമുക്ക് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതിൽ കിടന്ന് സോക്കായിട്ട് ഈ ഗ്രേവി തിക്കാവുന്നത് വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ആഹാ, എന്ത് ഭംഗി കാണാനായിട്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല എന്താണ് കൊത്തിപ്പിക്കുന്ന മണമാണ് കേട്ടോ വരുന്നത്. മീൻ പുളി സൂപ്പർ കറി. ചോറുണ്ണാൻ വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ഈ മീൻ പുളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ടോ മാറ്റാൻ പോണേണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ്, പുളി, മധുരം നോക്കി പാകത്തിനിടാം. അവിടെ നിങ്ങളുടെ രീതിയിലുള്ള ഉപ്പും പുളിയും പിന്നെ മധുരം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതും ശർക്കര ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് എൻ്റെ പാകത്തിനുള്ള എല്ലാം ചേർത്തിട്ടുണ്ട്. ഞാൻ നോക്കിയായിരുന്നു. ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോണേണ്. തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. കൊതിപ്പിക്കുന്ന ടേസ്റ്റും കൊതിപ്പിക്കുന്ന മണവും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇനി വേറൊരു കറിയും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലിരിക്കും. അത് ചീത്താവില്ല. തേങ്ങ മുരിച്ച് ഇട്ടേക്കണ കൊണ്ടാണ് പെട്ടെന്ന് ചീത്താവാത്തത്. നമ്മൾ വറുത്തരച്ച് വയ്ക്കില്ല അതുപോലെ. അപ്പോൾ ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് ബായ് പറയാം. ബായ്.